നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. തൃശൂരിൽ കോൺഗ്രസിന്റെ പൊളിറ്റിക്കൽ സ്ട്രൈക്ക്. അടാട്ട് പഞ്ചായത്ത് പിടിക്കാൻ മുൻ MLA അനിൽ അക്കരയെ രംഗത്തിറക്കും. തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് നിർദ്ദേശങ്ങളുമായി ഹൈക്കോടതി. അനധികൃത ഫ്ലക്സ് ബോർഡുകളും പോസ്റ്ററുകളും എടുത്തുമാറ്റണമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഹൈക്കോടതി നിർദ്ദേശം. കൊടകരയിൽ KSRTC ബസും കണ്ടെയ്നർ ലോറിയും കൂട്ടിയിടിച്ച് അപകടം. 12 പേർക്ക് പരിക്ക്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. വാർത്തകൾ വിശദമായി. തൃശൂരിൽ കോൺഗ്രസിന്റെ പൊളിറ്റിക്കൽ സ്ട്രൈക്ക്. അടാട്ട് പഞ്ചായത്ത് പിടിക്കാൻ മുൻ MLA അനിൽ അക്കരയെ രംഗത്തിറക്കും. 15ാം വാർഡിലാണ് അനിൽ അക്കര സ്ഥാനാർത്ഥിയാവുക. AICC അംഗം കൂടിയായിട്ടുള്ള അനിൽ അക്കര പഞ്ചായത്തിൽ സ്ഥാനാർത്ഥിയാകുന്നു എന്നുള്ളത് സുപ്രധാനമായ നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത്. മുൻ MLA അനിൽ അക്കര പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകും. അടാട്ട് ഗ്രാമപഞ്ചായത്തിലെ 15ാം വാർഡിലാണ് അനിൽ അക്കര മത്സരിക്കുക. വടക്കാഞ്ചേരി മുൻ MLA ആണ് അനിൽ അക്കര. 2000 മുതൽ 2010 വരെ അടാട്ട് ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്നു. 2000 മുതൽ 2003 വരെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിരുന്നു. 2003 മുതൽ 2010 വരെ പഞ്ചായത്ത് പ്രസിഡന്റായി. ഈ കാലയളവിൽ ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ പഞ്ചായത്തിന് ലഭിച്ചിരുന്നു. 2010 ജില്ലാ പഞ്ചായത്ത് അംഗമായി. 2.5 വർഷം വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനായി. 1 മാസം ജില്ലാ പഞ്ചായത്ത് ആക്ടിംഗ് പ്രസിഡന്റായി. 2016 MLA ആയത്. 45 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു വിജയം. 2021 15,000-ഓളം വോട്ടിന്റെ പരാജയം ഏറ്റുവാങ്ങി. മീഡിയ ടൈം, തൃശൂർ. തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് നിർദ്ദേശങ്ങളുമായി ഹൈക്കോടതി. അനധികൃത ഫ്ലക്സ് ബോർഡുകളും പോസ്റ്ററുകളും എടുത്തുമാറ്റണമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഹൈക്കോടതിയുടെ നിർദ്ദേശം. കോടതി 2 ആഴ്ച സമയമാണ് ഇതിനായി അനുവദിച്ചത്. തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് നിർദ്ദേശങ്ങളുമായി ഹൈക്കോടതി. അനധികൃത ഫ്ലക്സ് ബോർഡുകളും പോസ്റ്ററുകളും എടുത്തുമാറ്റണമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഹൈക്കോടതിയുടെ നിർദ്ദേശം. കോടതി 2 ആഴ്ച സമയമാണ് ഇതിനായി അനുവദിച്ചത്. ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർമാർ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് നിർദ്ദേശം നൽകണമെന്ന് കോടതി പറഞ്ഞു. 3 ദിവസത്തിനുള്ളിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം തയ്യാറാക്കണമെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് കോടതി നിർദ്ദേശിച്ചു. ഒരു തരത്തിലും അനധികൃതമായ ഫ്ലക്സ് ബോർഡുകളും പോസ്റ്ററുകളും ഒട്ടിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് കോടതി പറഞ്ഞു. രാഷ്ട്രീയ പാർട്ടികൾ വിഷയത്തിൽ കുറച്ചുകൂടി ഗൗരവം പുലർത്തണമെന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. മീഡിയ ടൈം, കൊച്ചി. കൊടകരയിൽ KSRTC ബസും കണ്ടെയ്നർ ലോറിയും കൂട്ടിയിടിച്ച അപകടം. 12 പേർക്ക് പരിക്ക്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. തിരുവനന്തപുരത്ത് നിന്നും സുൽത്താൻ ബത്തേരിയിലേക്ക് പോയിരുന്ന KSRTCയുടെ സ്വിഫ്റ്റ് സൂപ്പർഫാസ്റ്റ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. കൊടകര മേൽപ്പാലത്തിന് സമീപത്തായിരുന്നു അപകടം. ഇടിച്ച ലോറി നിർത്താതെ പോയി. പരിക്കേറ്റവർ കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. കൊടുങ്ങല്ലൂർ അഴീക്കോട് മുനയ്ക്കൽ കടപ്പുറത്ത് ബോട്ടിടിച്ച് ചീനവലകൾ തകർന്നു. മഠത്തിപ്പറമ്പിൽ ശ്രീജേഷ്, കൈമപ്പറമ്പിൽ പുഷ്പൻ എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള 2 ചീനവലകളാണ് നശിച്ചത്. ബുധനാഴ്ച രാത്രി 10:30യോടെയായിരുന്നു സംഭവം. അഴിമുഖത്ത് നിന്നും മത്സ്യബന്ധനത്തിന് പോവുകയായിരുന്ന ബോട്ടാണ് അപകടമുണ്ടാക്കിയത്. അപകടത്തിൽ ഏകദേശം 4 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്തു. രാത്രി ഒരു 10-10:20 ഇടയിലാണ് നമ്മളെ വല ഇങ്ങനെ നിൽക്കായിരുന്നു. അവിടെ നിന്ന് പണിക്ക് പോകുന്ന ബോട്ടായിരുന്നു. ഒരു SR എന്ന് പറഞ്ഞ ഒരു എംബ്ലം മാത്രം നമുക്ക് കിട്ടിയുള്ളൂ. ഏതാ ബോട്ട് നമുക്ക് കണ്ടില്ല. വല ഒരെണ്ണം ഫുള്ളായിട്ട് തകർന്നു പോയി. ഒരെണ്ണം ഭാഗികമായിട്ട് ഇതായി. നമുക്കൊരു 3-4 ലക്ഷം രൂപ മേളിൽ ചിലവ് വരും മൊത്തം പണിത് വരുമ്പോൾ. പിന്നെ 3-4 പണിക്കാരുണ്ട്, അവർക്ക് പണിയില്ല. അല്ല, പിന്നെ കഷ്ടത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കൊടുങ്ങല്ലൂർ സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അഴീക്കോട് സ്റ്റേഷനിൽ സാറുമാർ വന്നിട്ട് ഇതിൻ്റെ അന്വേഷണവും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഉണ്ടാവുന്നത് എത്രയും പെട്ടെന്ന് ചെയ്തു തരാമെന്നാണ്. ചരിത്രപ്രസിദ്ധമായ കൊടകര കുന്നത്തൃക്കോവിലിലെ ഷഷ്ടി മഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി ദാമോദരൻ, മേൽശാന്തി ശമന്ത് ശർമ്മ എന്നിവർ ക്ഷേത്ര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ക്ഷേത്രം പ്രസിഡന്റ് D. നിർമ്മൽ, സെക്രട്ടറി E. രവീന്ദ്രൻ, ട്രഷറർ മുകുന്ദൻ M,
ഭാരവാഹികളായ നാരായണൻ മാരാർ, EN അജിത് കുമാർ, ക്ഷേത്ര ഭാരവാഹികളും വിവിധ ഷഷ്ടി സമുദായ ഭാരവാഹികളും ഭക്തജനങ്ങളും പങ്കെടുത്തു. നവംബർ 26-നാണ് പ്രസിദ്ധമായ കൊടകര ഷഷ്ടി. അന്നമനട ക്രിസ്തുരാജ് ദേവാലയത്തിൽ ക്രിസ്തുരാജിന്റെയും വിശുദ്ധ സെബാസ്ത്യനോസിന്റെയും സംയുക്ത തിരുനാളിന് കൊടിയേറി. ഇരിങ്ങാലക്കുട രൂപതാ മെത്രാൻ പോളി കണ്ണൂക്കാടൻ കൊടിയേറ്റം നിർവഹിച്ചു. ഫാദർ മോബിൻ അറയ്ക്കൽ സഹകാർമ്മികനായിരുന്നു. തുടർന്ന് പ്രസിദ്ധേന്തി വാഴ്ച നടന്നു. തുടർന്ന് സ്നേഹവിരുന്ന്, ദീപാലങ്കാരം, സ്വിച്ച് ഓൺ, റൂബി ജൂബിലി സമാപന പൊതുസമ്മേളനം എന്നിവ നടന്നു. നവംബർ 22, 23 തീയതികളിലായാണ് തിരുനാൾ. നിങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കട്ടെ. ഉദ്ദേശകാര്യം സാധിച്ചതെന്ന് നിങ്ങളെ സഹായിക്കുകയും നിങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം വിജയിപ്പിക്കുകയും ചെയ്യട്ടെ. ഇനി എൻ്റെ പഞ്ചായത്ത് എന്ന പ്രത്യേക തെരഞ്ഞെടുപ്പ് പരിപാടിയാണ് ഇപ്പോൾ കുഴൂർ ഗ്രാമപഞ്ചായത്ത്. നമസ്കാരം. മാള ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള പ്രദേശമാണ് കുഴൂർ. ഇന്ന് നമുക്ക് ചാലക്കുടി നദീതീരമായ കുഴൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വിശേഷങ്ങൾ അറിയാം. സ്വാഗതം, എൻ്റെ പഞ്ചായത്ത് കുഴൂർ. മാള ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലാണ് കുഴൂർ ഗ്രാമപഞ്ചായത്ത്. പഴയ സാംസ്കാരിക പൈതൃകങ്ങളുടെ തിരുശേഷിപ്പുകൾ ഇന്നും കുഴൂരിലുണ്ട്. കലാവിദ്യാഭ്യാസ മേഖലകളിൽ കുഴൂർ നൽകിയ സംഭാവനകളുടെ പങ്ക് നിസ്സാരമല്ല. തൃശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നുവെങ്കിലും എറണാകുളം ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന ഗ്രാമപഞ്ചായത്ത് കൂടിയാണ് കുഴൂർ. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDFന്റെ സംവിധാനമാണ് ഗ്രാമപഞ്ചായത്തിനെ ഇക്കാലം അത്രയും നിയന്ത്രിച്ചു പോന്നിരുന്നത്. നാമമാത്രമായ ഇടതുപക്ഷ സ്വാധീനമേ പഞ്ചായത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടുള്ളൂ. കോൺഗ്രസിലെ സാജൻ കുടിയനാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. പിന്നിട്ട 5 വർഷക്കാലം ജനകീയമായ ഇടപെടലുകളിലൂടെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിച്ചുവെന്ന് തെളിവുകൾ ചൂണ്ടിക്കാട്ടി സാജൻ കുടിയൻ പറയുന്നു. ഞങ്ങൾ 2020 അധികാരത്തിൽ വരുന്നത്. അപ്പോൾ കോവിഡിൻ്റെ പശ്ചാത്തലമായിരുന്നു. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഇവിടെ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമുള്ളൊരു സാഹചര്യമായിരുന്നല്ലോ. ആ സമയത്ത് നമ്മളെ സംബന്ധിച്ചുള്ളത് വാക്സിനേഷൻ്റെ കാര്യത്തിൽ കേരളത്തിൽ രണ്ടാം സ്ഥാനത്ത് തന്നെ നമ്മൾ 100% പൂർത്തീകരിക്കാനായിട്ട് കോവിഡ് വാക്സിനേഷൻ പൂർത്തീകരിക്കാൻ സാധിച്ചിരുന്നു. പിന്നെ അന്ന് പുറത്തിറങ്ങാനോ ഇവിടെ പ്രത്യേകിച്ച് നിർധനരായ രോഗികൾക്ക് ആശുപത്രിയിൽ പോകാനോ നമുക്ക് ആംബുലൻസ് സൗകര്യം ഉണ്ടായിരുന്നില്ല. പഞ്ചായത്ത് വാടകയ്ക്ക് എടുത്താണ് നമ്മൾ ആംബുലൻസ് സംവിധാനം ഏർപ്പെടുത്തിയിരുന്നത്. അതിനുശേഷമാണ് കോവിഡ് കഴിഞ്ഞതിന് ശേഷം പോളക്കുളത്തിൻ്റെ നവീകരണ പദ്ധതി MLA ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ സാധിച്ചു. നല്ല രീതിയിൽ ജനങ്ങൾക്ക് ചുറ്റും രാവിലെ പ്രതാപ യാത്രയ്ക്ക് സവാരിക്ക് ഒരുങ്ങുന്ന വിധം ചുറ്റും നടപ്പാതയും അതുമാതിരി തന്നെ ബ്ലോക്ക് ഫണ്ട് ഉപയോഗിച്ചൊരു കഫേയും ഒരു റെസ്റ്റ് റൂം അടക്കം വരുന്ന സൗകര്യത്തിൽ നമുക്ക് അവിടെ ചെയ്യാൻ സാധിച്ചു. ഇപ്പോൾ നമ്മൾ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചും MLA ഫണ്ട് ഉപയോഗിച്ചും 45 ലക്ഷം രൂപ ചെലവ് ചെയ്തിട്ടാണ് അവിടെ ഓപ്പൺ ജിമ്മും പാർക്കും അതുമാതിരി തന്നെ പോളക്കുളത്തിൽ 5ഓളം പെഡൽ ബോട്ടുകൾ ഇട്ടിട്ട് നമ്മൾ അതിനുള്ള പദ്ധതി ഏകദേശം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ജിമ്മിൻ്റെയും പാർക്കിൻ്റെയും അതുപോലെ തന്നെ ബോട്ടിൻ്റെയും മെഷീനറികൾ വന്നു കഴിഞ്ഞു. നമ്മളിപ്പോൾ ഒരു TS കിട്ടിയാൽ നടപ്പാത ഒന്നും കൂടി വിപുലീകരിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ചെയ്യുന്നു. ഒരു സ്റ്റേജ് സൗകര്യം വരെ ചെയ്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പഞ്ചായത്തിന് ഏറ്റവും ആവശ്യമാണ് കുടിവെള്ളവും ജലസേചനവും. കാർഷിക ഗ്രാമമായതിൻ്റെ പേരിൽ നമുക്ക് കുണ്ടൂർ പുഴയുടെ ചാലക്കുടി പുഴ നമ്മുടെ പഞ്ചായത്തിലൂടെ ഒഴുകുന്നതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജലസേചന പദ്ധതിക്കാണ് നമ്മൾ മുന്നോട്ട് നിന്നത്. അപ്പോൾ പഞ്ചായത്തിൻ്റെ എല്ലാ ഇറിഗേഷൻ പദ്ധതികളും നമ്മൾ വെള്ളത്തിന് ക്ഷാമമുള്ള തിരുത്തയും അതുമാതിരി തന്നെ അരിയാണിക്കുളം താണിശ്ശേരി ഭാഗങ്ങളിലേക്കൊക്കെ പൈപ്പ് ലൈൻ എക്സ്റ്റൻഷൻ നടത്തി ജലസേചന പദ്ധതികൾക്ക് മുൻതൂക്കം കൊടുത്തിരുന്നു. അത് നമ്മൾ ഏകദേശം പൂർത്തീകരിച്ചു. ഒപ്പം തന്നെ നമ്മുടെ കൈമുക്ക് ലിഫ്റ്റ് ഇറിഗേഷൻ 2ാം വാർഡിലുള്ളതാണ്. നമ്മൾ മുൻ ഭരണസമിതിയുടെ കാലത്ത് പണി തീർത്തെങ്കിലും അവിടെ വെള്ളം ആവശ്യത്തിനുള്ള വെള്ളം കുളത്തിലുണ്ടായിരുന്നില്ല. അത് MP ഫണ്ടും പഞ്ചായത്ത് ഫണ്ടും ഉപയോഗിച്ച് നമ്മൾ 45 ലക്ഷം രൂപയോളം ചെലവ് ചെയ്തിട്ടാണ് ഇപ്പോൾ അതിൻ്റെ പ്രവർത്തിപ്പിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. അതിൻ്റെ പണി തീർന്നു. ഇനിയൊന്ന് കുറച്ച് ചെറിയ തട്ടുമുട്ട് പണികളും കൂടിയുള്ളൂ. അത് കഴിഞ്ഞാൽ അതിൻ്റെ ഉദ്ഘാടനമായി.
അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതുപോലെ തന്നെ നെയ്യുണ്ണിപ്പറമ്പ് ലിഫ്റ്റ് ഇറിഗേഷൻ 4-ാം വാർഡിലാണ്. അത് നമ്മുടെ 13-ാം വാർഡിലെ മറ്റുള്ള വാർഡുകളിലേക്കുള്ള ലിഫ്റ്റ് ഇറിഗേഷനാണ്. അതിനിപ്പോൾ പുതിയ മോട്ടോർ ഷെഡ് പണിയുന്നതിന് നമ്മൾ 15 ലക്ഷം രൂപയോളം പദ്ധതി വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ അവിടെ 4-ാം വാർഡിൽ തന്നെയുള്ള ഒരു കന്യാങ്കാട്ട് കുളമുണ്ട്. അത് നമ്മുടെ പോളക്കുളന്മാരിൽ തന്നെ ചുറ്റും നടപ്പാതയോട് കൂടിയിട്ട് കെട്ടി സംരക്ഷിച്ചുകൊണ്ട് അവിടെ നമ്മൾ അതിനുള്ള ജലസംഭരണി ഒരുക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് 5-ാം വാർഡിലൊരു എരവത്തൂർ ചെറ പാർക്ക്, അത് TN പ്രതാപൻ സാർ MLA ആയിരിക്കുമ്പോൾ പാർക്കിനുള്ള സൗകര്യം ചെയ്തു തന്നിരുന്നു. അതിനുശേഷം ഇപ്പോഴത്തെ MLAയുടെ നേതൃത്വത്തിൽ അവിടെ ടൈലും ഗാർഡനൊക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ നമ്മളവിടെ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ കഫേയും അതുമാതിരി തന്നെ ടേക്ക് എ ബ്രേക്ക് കെട്ടിടവും ഒരു സ്റ്റേജും ഒരു ഓപ്പൺ ജിമ്മും പാർക്കും കുട്ടികൾക്ക് പാർക്കും അവിടെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഏകദേശം പുതിയ റോഡിന് തന്നെ നമുക്കൊരു ഈ ഭരണസമിതി വന്നതിന് ശേഷം 14 കോടി രൂപയോളം PMGSY ഫണ്ടും അതുപോലെ തന്നെ റീബിൽഡ് കേരളയുടെ ഫണ്ട് നമുക്ക് അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. ഒപ്പം തന്നെ നമുക്ക് എറണാകുളം സൈഡിലേക്ക് കടക്കാനായിട്ട് പാറക്കടവ് പാലം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ പാലം പിന്നെ എറണാകുളത്തേക്ക് പോകുന്നതിന് എളുപ്പവഴിയായിട്ട് നമ്മൾ കൊച്ചുകടവ് അയിരൂര് പാലം PMGSY പദ്ധതിയിൽ ഉൾപ്പെടുത്തി അതിൻ്റെ പ്രാഥമിക അനുമതി ലഭിച്ചു കഴിഞ്ഞു. അത് MP-യുടെ സഹായത്തോടുകൂടിയാണ് അതിൻ്റെ ഫണ്ട് അധികം വൈകാതെ AS ആവുമെന്നാണ് MP അറിയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 8 വർഷക്കാലമായിട്ട് ഒരു ഫണ്ട് കുണ്ടൂർ കൊത്തിയതോട് പാലം അനുവദിച്ച ഫണ്ട് ഉപയോഗിക്കാൻ പറ്റാതെ പണി തുടങ്ങാതിരിക്കുകയായിരുന്നു. ഭരണസമിതിയുടെ നേതൃത്വത്തിൽ അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് അത് പായത്തുരുത്തിലേക്ക് മാറ്റി. പായത്തുരുത്ത് എന്ന് പറഞ്ഞാൽ കുഴൂർ പഞ്ചായത്തിൻ്റെ തന്നെ ഒരു ഭാഗമാണ്. അപ്പോൾ കുഴൂർ പായത്തുരുത്ത് 28 ഏക്കറോളം വരുന്ന സ്ഥലത്ത് 14 വീടുകൾ കുഴൂർ പഞ്ചായത്തിൻ്റെ ഉണ്ട്. അങ്ങോട്ട് ഗതാഗത യോഗ്യം ഉണ്ടായിരുന്നില്ല, ഒരു തൂക്കുപാലം മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഇപ്പോൾ MLA അതിനകത്ത് നേതൃത്വം കൊടുത്തുകൊണ്ട് നമ്മൾ പഞ്ചായത്ത് മുൻകൈയിട്ട് എടുത്ത് 8 വർഷത്തെ തർക്കങ്ങളൊക്കെ തീർത്ത് പായത്തുരുത്തിലേക്ക് പാലം DPR തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നതാണ് MLA ഓഫീസിൽ നിന്ന് അറിയിച്ചത്. എല്ലാ വാർഡുകളിലേക്കും തുല്യ പരിഗണന നൽകാൻ സാധിച്ചു. പഞ്ചായത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന വികസനങ്ങൾ എത്തിക്കാൻ സാധിച്ചു. സാജൻ പറയുന്നു. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കാർഷിക ഗ്രാമമായതുകൊണ്ട് ചാലക്കുടി പുഴയിലെ വെള്ളം കരിക്കാട്ടിച്ചാലാണ് നമ്മുടെ മുഖ്യ ജലസ്രോതസ്. കരിക്കാട്ടിച്ചാലും പോളക്കുളമാണ്. അപ്പോൾ ഇവിടുത്തെ വെള്ളത്തിൻ്റെ അളവ് നിലനിർത്തുന്നതിന് കൃഷിക്കാർക്കും കുടിവെള്ളത്തിനും ആവശ്യമുള്ള വെള്ളത്തിൻ്റെ അളവ് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നെന്മണിച്ചിറയിൽ ഒരു ചിറ കെട്ടി മോട്ടോർ വെച്ച് ലിഫ്റ്റ് ചെയ്താണ് കരിക്കാട്ടിച്ചാലിലെ വെള്ളം നിർത്തുന്നത്. കരിക്കാട്ടിച്ചാലിൽ ഒരു 15ഓളം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതികൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിലനിർത്തുന്നതിന് ആധുനിക രീതിയിലുള്ള ക്രൂയിസ് കം ബ്രിഡ്ജ് സ്ഥാപിക്കുന്നതിനാണ് നമുക്ക് വെണ്ണുതുറ പദ്ധതിയിൽ വെച്ചിട്ട് ജില്ലാ പഞ്ചായത്ത് ഫണ്ട് വെച്ച് ടെൻഡർ നടപടികൾ സ്വീകരിച്ചു. ടെൻഡർ വെച്ച് കരാറും ശ്രീകുമാർ എന്ന് പറഞ്ഞ കോൺട്രാക്റ്റ് എടുത്തു ജില്ലാ പഞ്ചായത്ത്. അത് ഇപ്പോൾ പണി തുടങ്ങാൻ പോയപ്പോൾ പദ്ധതി ഡ്രോപ്പ് ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അങ്ങനെ 4 പദ്ധതികൾക്ക് ബൃഹത്തായ 4 പദ്ധതികൾക്ക് സർക്കാർ അനുമതി നൽകാതെ നമുക്കത് പൂർത്തീകരിക്കാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷമുണ്ട്. എന്നിരുന്നാലും കിട്ടുന്ന ഫണ്ട് പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വികസന പ്രവർത്തനങ്ങൾക്ക് മുൻകൂർ പിടിക്കൊണ്ടാണ് പോകുന്നത്. വയോജന സംഗമം നമ്മൾ എല്ലാ വർഷവും നടത്താറുണ്ട്. തൊഴിലുറപ്പുകാർക്കായാലും ആശാവർക്കർമാർക്കായാലും ഹരിതകർമ്മസേന അംഗങ്ങൾക്കായാലും അവരെ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ടൂർ പരിപാടികളൊക്കെ നമ്മളിവിടെ ഓപ്പറേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് കിട്ടുന്ന ഫണ്ട് ജനങ്ങൾക്ക് രാഷ്ട്രീയം കലർത്താതെ വികസനം മുന്നോട്ട് വെക്കുന്ന പ്രവർത്തനങ്ങളാണ് ഗ്രാമ ഭരണസമിതി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പഞ്ചായത്തിലെ ഊടുവഴികളിലൂടെയൊക്കെ ബസ് സർവീസ് കുറവാണ്. നമുക്ക് കോവിഡ് കാലമായതുകൊണ്ട് നമുക്ക് കോവിഡ് കാലം കഴിഞ്ഞുകൊണ്ട് ബസ്സുകളിൽ ആൾ കുറഞ്ഞതുകൊണ്ട് തന്നെ ബസ് സർവീസുകൾ കുറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ എല്ലാ പഞ്ചായത്തിൻ്റെ ഉൾവഴികളിലൂടെ സർവീസ് നടത്തുന്നതിന് വേണ്ടി ഒരു ഗ്രാമവണ്ടി നമ്മളിപ്പോൾ ജൂൺ 1-ാം തീയതി മുതൽ ഓടിച്ചു തുടങ്ങും. പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഫണ്ട് അതിന് മാറ്റി വെച്ചിട്ടുണ്ട്. സർ KSRTC ആണ് നമുക്ക് വണ്ടി തരാമെന്ന് അറിയിച്ചിട്ടുള്ളത്. അതിനുള്ള ഫണ്ട് ഇന്നും നാളെയൊക്കെ ആയിട്ട് കൈമാറും. 1-ാം തീയതി ഗ്രാമവണ്ടി നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി അത്യാവശ്യം ഞാൻ പറഞ്ഞില്ല, ഒരു നല്ല രീതിയിലാണ് പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിവിടെ വരുന്ന ആൾക്കാർക്കും ഒരു രാഷ്ട്രീയമോ മറ്റുള്ള ഇതൊന്നും നൽകാതെ തന്നെ സേവനങ്ങൾ നൽകിയാണ് പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത്. A ഗ്രേഡ് പഞ്ചായത്ത് എന്നത് ഇന്നും ആസ്തി വികസനത്തിന് അപര്യാപ്തമാണെന്ന അഭിപ്രായമാണ് പ്രതിപക്ഷത്തിനുള്ളത്. അതിന്റെ കുറവുകൾ ചൂണ്ടിക്കാട്ടിയാണ് ഭരണപക്ഷ മേനി പറച്ചിലിനെ പ്രതിപക്ഷം പ്രതിരോധിക്കുന്നത്. വികസനം എല്ലാവരിലേക്കും എത്തിക്കുന്നതിൽ ഭരണസമിതി പരാജയപ്പെട്ടു, പ്രതിപക്ഷം പറയുന്നു. ഇവിടെ ഭരണസമിതിയാണ് നമുക്കുള്ളത്.
ഏത് പഞ്ചായത്തായാലും ഭരണസമിതിയാണ്. ആ ഭരണസമിതി എന്ന് പറയുന്നത് ഓരോ വാർഡിനെയും പ്രതിനിധീകരിച്ച് വരുന്ന വ്യക്തികളാണ്. അവിടെ കിട്ടുന്ന ഫണ്ട് ഒരു വൃത്തിയായിട്ടും കൃത്യമായും നമ്മുടെ വാർഡുകളിലേക്ക് വിതരണം ചെയ്യും. ആ വാർഡുകൾ അതിനെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുമ്പോഴാണ് ഒരു പഞ്ചായത്തിൻ്റെ വികസനം തന്നെ ഉണ്ടാകുന്നത്. കുഴൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് തനത് ഫണ്ടില്ലാത്തൊരു പഞ്ചായത്താണ്. എപ്പോഴായാലും പ്രസിഡന്റ് അടക്കം ഇത് പറഞ്ഞിട്ടുണ്ടാവും തോന്നുന്നു. എന്നെ കണ്ടതിന് മുമ്പ് തന്നെ പ്രസിഡന്റിനെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ തനത് ഫണ്ട് എങ്ങനെ കൂട്ടാം എന്നുള്ളതാണ് നമ്മുടെ ഒരു ഇത്. നാളുകളായിട്ട് ഒരു ഭരണസമിതി തന്നെയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ പറയുകയാണെങ്കിൽ പല പല വികസനങ്ങളും നമുക്ക് കൊണ്ടുവരാം. അതുപോലെ ഇപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ കാർഷിക മേഖലയാണ്. കാർഷിക മേഖലയിൽ ഉന്നമനം വച്ചിട്ട് തന്നെ പല സംരംഭങ്ങളായാലും അതുപോലെ കോഴി ഫാമുകൾ പല ഫാമുകളായിട്ടും ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷേ എല്ലാത്തിനെയും ഒരു ലൈസൻസ്, ഒരു രേഖാമൂലമുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കുകയാണെങ്കിൽ നമുക്ക് തനത് ഫണ്ട് കൂട്ടാൻ പറ്റും. അതുപോലെ സംരംഭങ്ങൾ, കമ്പനി വരാൻ സാധ്യത കുറവാണ്. കാരണം ഏറ്റവും കൂടുതൽ കൃഷിയാണ് നമ്മുടെ ഇവിടുത്തെ മെയിൻ ഉപജീവനമാർഗം എന്ന് പറയുന്നത്. കുറച്ച് പേര് മാത്രമാണ് പുറത്ത് ജോലിക്ക് പോകുന്നതും വിദേശത്ത് ജോലിക്ക് പോകുന്നതും. എന്നിരുന്നാലും ഇവിടുത്തെ കുട്ടികളായാലും നല്ല രീതിയിൽ പഠിച്ച് നല്ല മാർക്കോടുകൂടി പാസ്സാവുന്ന ഒരു നമ്മുടെ ജനതയാണ് നമ്മുടെ കുഴൂരിനുള്ളത്. കാർഷിക മേഖലയായിരുന്നിട്ട് കൂടിയും അതുപോലെ നല്ല സ്പോർട്സ്മാൻ സ്പിരിറ്റുള്ള, സ്പോർട്സിന് താല്പര്യമുള്ള കുട്ടികളുടെ നാടും കൂടിയാണ്. അപ്പോൾ ആ ഒരു കുട്ടികളെ ഇത് ചെയ്യാനുള്ള നല്ലൊരു ഗ്രൗണ്ട് ഉണ്ട് നമുക്ക്. പക്ഷേ ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള ടർഫ് പോലെയുള്ള ഗ്രൗണ്ടുകൾ നമുക്ക് വേണം. അതുപോലെ നമ്മുടെ കുട്ടികളെ ഇപ്പോൾ മദ്യം, മയക്കുമരുന്ന് ഇതിനൊക്കെ അടിമപ്പെടാതെ നല്ല രീതിയിലുള്ള ഒരു എന്താ പറയുക കാഴ്ചപ്പാടോടുകൂടി കുട്ടികളെ നമ്മുടെ കയ്യിലേക്ക് കൊണ്ടുവരുന്ന മറ്റുള്ള പ്രവർത്തനങ്ങളിലേക്ക് അവരെ ശ്രദ്ധിച്ച് നമ്മൾ പോകണം. കാരണം പലപ്പോഴും നമ്മൾ ഇപ്പോൾ നമുക്ക് റീസെൻ്റായിട്ടുണ്ടായിരുന്ന ഒരു പ്രശ്നം തന്നെ, ഒരു കുട്ടിയുടെ കൊലപാതകമൊക്കെ നമ്മുടെ നാടിനെ ഏറ്റവും ദുഃഖത്തിലാക്കിയ ഒരു കാര്യം തന്നെയാണ്. ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള അത് കുഞ്ഞുനാളിലെ ആ കുട്ടികളുടെ പോരായ്മ, അതിനുള്ള ഒരു ഇത് വേണം നമുക്ക്. പിന്നെ നമുക്ക് വേണ്ടത് ഫണ്ട് കൂട്ടാന കാര്യം പറഞ്ഞു, പല കാര്യങ്ങളും പൂട്ടിക്കിടക്കുന്നത് അല്ലെങ്കിൽ കൊണ്ടുവന്ന ഇപ്പം ഞങ്ങളുടെ കുഴൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു ജിമ്മ്, ഓപ്പൺ ജിമ്മല്ല, ഒരു ലേഡീസ് ജിമ്മ് നമ്മുടെ പഞ്ചായത്തിന് മേളിലുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അവസ്ഥ മഹാമോശം. അത് ഞാനടക്കമുള്ള ഭരണസമിതിയാണ് അവിടെ ഉള്ളത്. അതിനെ ഒരു നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് ഇതായിട്ടില്ല. ഇന്ന് അത്യാവശ്യമാണ്. കാരണം നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത് എല്ലാവർക്കും അത്യാവശ്യമാണ്. നമ്മളെ സംബന്ധിച്ച് ഗവൺമെൻറ്റിൻ്റെ എല്ലാ സംവിധാനവും ഇവിടെ നല്ല രീതിയിൽ നല്ല രീതിയിൽ പോകുന്നുണ്ട്. കാരണം ഇവിടുത്തെ PHC FHC ആയിട്ടായാലും ആയുർവേദമായാലും ആയുർവേദ ഹോസ്പിറ്റലുകളായാലും ഹോമിയോ ഡിസ്പെൻസറി ആയാലും എല്ലാ സർവീസും പക്കയാണ്. അപ്പോൾ അതനുസരിച്ചുള്ള ഒരു രീതിയിലേക്ക് നമുക്ക് നൂതന സംവിധാനങ്ങളും കൂടെ നമുക്ക് ആഡ് ചെയ്ത് അതിന് എത്തിച്ചേരാനുള്ള വഴികൾ, ഗതാഗതം നമുക്ക് നല്ല രീതിയിൽ വേണം. ഇപ്പം നമുക്ക് ഗ്രാമവണ്ടി വന്നിട്ടുണ്ട്. എന്നിരുന്നാലും റോഡുകളുടെ ശോചനീയാവസ്ഥ കാരണം ഗ്രാമവണ്ടി അത്യന്താപേക്ഷിതമാണ്. ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ എരവത്തൂരായാലും കൊച്ചുകടവായാലും ചില സമയങ്ങളിൽ ഇപ്പോൾ രാവിലെ 8 മണിക്ക് ബസ് മാളയ്ക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ വരേണ്ടത് 12 മണിക്കാണ്. ഞങ്ങളുടെ ബസ്സിൻ്റെ ഇത് ഭയങ്കര മോശം ഇതാണ്. അപ്പോൾ ആ ഗതാഗത സൗകര്യങ്ങളൊക്കെ ഇത് വേണം. കുട്ടികൾ ഏറ്റവും കൂടുതൽ ഐരാണിക്കുളം സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളും ഈ സാധാരണ കുടുംബങ്ങളിലെ കുട്ടികളാണല്ലോ നമ്മുടെ പ്രദേശത്ത് തന്നെ ആവുന്നതും ഇതാവുന്നത്. അപ്പോൾ അതിനുള്ള സൗകര്യം നമുക്ക് കൂട്ടണം. ഇപ്പോൾ ഉണ്ട്, അതിനെ കൂടുതൽ പരിപോഷിക്കണം. എന്തായാലും നമ്മുടെ തീരാറായി. ഞങ്ങളുടെ ഭരണസമിതി എന്തായാലും ഇപ്പോൾ 4-5 മാസം കൂടെയല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നാളിതുവരെ പുളക്കുളം ആയിട്ടും എരവത്തൂർ റോഡുകൾ FHC ആയാലും അതുപോലെ തന്നെ നമുക്കിനി വരാൻ പോകുന്ന ഒരു കാര്യം എന്നുള്ളത് MP-യുടെ ഒരു PMGSYയുടെ ഒരു റോഡ് കൊച്ചുകടവ് ആലമറ്റം വരെയുള്ള നല്ലൊരു റോഡ് PWD റോഡിൻ്റെ വരുന്നുണ്ട്. അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അത് എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഭരണസമിതി ഇതിനേക്ക് മുമ്പ് ചെയ്യുവാണെങ്കിൽ അതും നമ്മുടെ ജനങ്ങൾക്ക് കൂടുതൽ നല്ലതായിരിക്കും. അതുപോലെ പല റോഡുകളും വെള്ളക്കെട്ടിൽ താന്നു പോകുന്നൊരു ഇതാണ്. MLA തരുന്ന ഫണ്ടുകൾ ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് MLA ആണ് കൂടുതൽ. MLAയുടെ ഇത് തന്നെയാണ് നമുക്ക് കൂടുതൽ കിട്ടിയിട്ടുള്ളത്. ഒരു കാരണവശാലും ഇവിടെ ഭരിക്കുന്നത് കോൺഗ്രസ് ആയിട്ട് പോലും അല്ലെങ്കിൽ വേറൊരു ഇതായിട്ട് പോലും ഏറ്റവും കൂടുതൽ ഫണ്ട് കിട്ടിയിട്ടുള്ള പഞ്ചായത്ത് നമ്മുടെ ഇത് തന്നെയാണ്. അതിൽ യാതൊരു തർക്കവും പറ്റില്ല. പിന്നെ നമുക്ക് വേണ്ടുന്ന കുറേ ജലസേചന പദ്ധതികളുണ്ട്.
ജലസേചന പദ്ധതി ഇപ്പോൾ കൈമുക്കൊക്കെ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടാവും. കൈമുക്ക് തുടക്കം 3 കോടിയോളം രൂപ ചിലവാക്കിയിട്ട് വന്നൊരു സാധനമാണ്. അത് ഫ്ലോപ്പായിട്ട് ഇപ്പോൾ ഈ ഭരണസമിതി അതിൽ അവിടുത്തെ മെമ്പറും ഭരണസമിതിയും കൂടെ ഒരുമിച്ച് നിന്ന് കൈമുക്ക് ഇന്ന് പ്രവർത്തനക്ഷമമായി. അതുപോലെ പല ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതികളും നമുക്ക് നല്ല രീതിയിലേക്ക് കൊണ്ടുവരണം. പോളക്കുളം അതിൻ്റെ ഒരു ഇത് മാത്രമാണ്. കാരണം ഐരാണിക്കുളം ആയാലും 1-ാം വാർഡിലെ കുടിവെള്ളക്ഷാമമൊക്കെ പരിഹരിക്കാൻ നമുക്ക് പോളക്കുളത്തിന് അത് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെയുള്ള നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് ഒരു പാലത്തിൻ്റെ ഇത്, അതൊരു തർക്ക MLA ഒരു കാഴ്ചപ്പാടിലാണ് നമുക്ക് കുണ്ടൂർ കുത്തിയതോട് പാലം അതായിരുന്നു ആദ്യം അനുവദിച്ചത്. അവിടുത്തെ ഒരു സ്ഥലത്തിൻ്റെ ഇത് വെച്ചിട്ട് എന്നിരുന്നാലും MLA അതിൻ്റെ ഒരു മുൻകൈ എടുത്ത് ഇപ്പം നമ്മുടെ പഞ്ചായത്തിൽ തന്നെ നിൽക്കുന്ന പായത്തുരുത്തിലേക്ക് അത് മാറ്റി അതിൻ്റെയും പേപ്പർ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ ഭരണസമിതിക്ക് കുറച്ച് ഞങ്ങളോട് ചെറിയ എന്താ പറയുക വിവേചനങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ ഒറ്റ കട്ടായിട്ട് തന്നെ നിന്നിട്ട് നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എന്നാലും ഇതിലും കുറേയും കൂടെ മെച്ചപ്പെട്ട രീതിയിലേക്ക് നമുക്ക് പോകണം. ഗ്രന്ഥശാല പ്രസ്ഥാനങ്ങളെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരണം, വായിച്ച് വളരണം, ഗ്രൗണ്ട് ഇതൊക്കെ അത്യാവശ്യമാണ്. നമുക്ക് അക്കാദമിക് തലമല്ലാതെ ഒരു സാമൂഹ്യപരമായ ഒരു ഇടപെടലും കൂടെ നല്ല രീതിയിൽ നമുക്ക് വേണം. ഈ പറഞ്ഞ നല്ല ഫുട്ബോൾ കളിക്കുന്ന കുട്ടികൾ, ക്രിക്കറ്റ് കളിക്കുന്ന കുട്ടികൾ, നല്ല രീതിയിലുള്ള ഇവിടെ നമ്മുടെ കുഴൂർ ഗ്രൗണ്ടൊക്കെ അതിൻ്റെ ഒരു പല ഇതും നടക്കുന്നുണ്ട്. പക്ഷേ അവർക്കുള്ള ഒരു നല്ല സൗകര്യം ഇപ്പോൾ ടർഫ് പോലെയുള്ള നല്ല ഗ്രൗണ്ട് അത്യന്താപേക്ഷിതമാണ്. അതിനുള്ള അതും കൂടെ ഒക്കെ വന്നു കഴിയുമ്പോൾ നമ്മുടെ പഞ്ചായത്ത് ചെറിയ പഞ്ചായത്ത് നല്ല സൗന്ദര്യമുള്ള നല്ല പഞ്ചായത്തായിട്ട് മാറ്റാൻ കുറച്ചും കൂടെ കഴിയും. ഞങ്ങളുടെ കാലഘട്ടം എന്തായാലും നല്ല രീതിയിൽ തന്നെ നമുക്ക് അതായത് കശപിശ ഉണ്ടാവുമല്ലോ, പിന്നെ ഭരണ ഇതിൽ എന്തായാലും വേർതിരിവും ഉണ്ടാവും. ഇതെല്ലാം മറികടന്ന് സംസ്ഥാന സർക്കാരായാലും ഒരു പഞ്ചായത്തിനെയും പിന്നോട്ട് നിർത്തിയിട്ടില്ല, ഒരു വേർതിരിവും കാണിച്ചിട്ടില്ല എന്നുള്ള 100% ബോധ്യത്തോടു കൂടി നമുക്കറിയാം. ഫണ്ടുകൾ അതുപോലെ നമുക്ക് വന്നിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ച് കുഴൂർ ഗ്രാമപഞ്ചായത്തിൽ ധനത് ഫണ്ട് കൂട്ടുക, കൊണ്ടുവരുന്ന പദ്ധതികളെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക. പലതും ഇതിനു മുമ്പുണ്ടായിരുന്ന ഒരു തയ്യൽ യൂണിറ്റ് ഉണ്ട്, വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതേ അവസ്ഥയിലേക്ക് തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ ജിമ്മ് അടക്കം പോയിരിക്കുന്നത്. അങ്ങനെ ഒരു താഴേക്ക് പോവാതെ അതിനെ നിലനിർത്തി ജനങ്ങളിലേക്ക് നല്ല രീതിയിൽ അത് പോകുന്ന രീതിയിലേക്ക് കൊണ്ടുവരണം. ഇതാണ് നമുക്ക്. കുഴൂർ ഒരു കാർഷിക ഗ്രാമമാണ്. കൃഷിയാണ് കുഴൂരിൻ്റെ ജീവനാഡി. കർഷകൻ്റെ വിഭവങ്ങൾക്ക് വേണ്ടത്ര മൂല്യം ലഭിച്ചാൽ കുഴൂർ ശാന്തമാകും. ഗതാഗതം, അടിസ്ഥാന സൗകര്യം, ക്ഷേമ പദ്ധതികൾ എന്നിവ തുടരേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ മികച്ച ഒരു ഭരണസാരഥ്യം കുഴൂരിൽ ഉണ്ടാകട്ടെ എന്ന് പ്രത്യാശിക്കാം. ഇരുപക്ഷങ്ങളും സംവാദങ്ങൾ തുടരുകയാണ്. വളർച്ചയുടെ വാതായനങ്ങൾ തുറക്കാൻ കുഴൂരിനാവട്ടെ എന്ന ശുഭപ്രതീക്ഷയിൽ നിർത്തട്ടെ. മറ്റൊരു പഞ്ചായത്തിന്റെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂരിൽ കോൺഗ്രസിന്റെ പൊളിറ്റിക്കൽ സ്ട്രൈക്ക്. അടാട്ട് പഞ്ചായത്ത് പിടിക്കാൻ മുൻ MLA അനിൽ അക്കരയെ രംഗത്തിറക്കും. തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് നിർദ്ദേശങ്ങളുമായി ഹൈക്കോടതി. അനധികൃത ഫ്ലക്സ് ബോർഡുകളും പോസ്റ്ററുകളും എടുത്തുമാറ്റണമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഹൈക്കോടതി നിർദ്ദേശം. കൊടകരയിൽ KSRTC ബസും കണ്ടെയ്നർ ലോറിയും കൂട്ടിയിടിച്ച് അപകടം. 12 പേർക്ക് പരിക്ക്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.